അങ്ങനെ ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോകുന്നു. യുദ്ധത്തിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇപ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ ഒക്കെ മാപ്പിളയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ല. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ മുമ്പത്തെ പോലെ വലിയ ആൾക്കാരൊന്നുമില്ല എയർപോർട്ടിൽ. കുറേ സ്ഥലത്ത് ക്ലോസ് ആയിട്ടാണുള്ളത്, കുറേ സ്ഥലത്ത് ഓപ്പൺ ആയിട്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡ് ഉണ്ടായി. നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ബഹ്റൈൻ ടു ഷാർജ, ഷാർജ ടു മുംബൈ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടായിരുന്നു നമ്മൾ നല്ല കോഫിയും ഡോണറ്റിലും മേങ്ങിയിട്ട് കഴിച്ചു. ഷാർജക്ക് വലിയ ദൂരമില്ല, ആകെ 2-2.5 മണിക്കൂറിന്റെ ഡ്യൂറേഷനേ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഷാർജയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ലേവർ ഉണ്ടായതുകൊണ്ടില്ല ഞാനിപ്പോൾ ഇന്ന് കുറച്ച് ഫുഡെല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സും അങ്ങനെല്ലാം എടുത്തിട്ടുണ്ടായിന്. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ മാപ്പള്ളി അന്നല്ലോ പരിചയമുള്ള ഒരാളവിടെ കണ്ടുമുട്ടിയത്. അങ്ങനെ നേരെ നമ്മൾ ഓരോ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ ആടുന്ന് നല്ല അടിപൊളി ചായ എല്ലാം കുടിച്ച് ഓരോട് ബിസിയെല്ലാം പറഞ്ഞു. അപ്പോൾ ഷാർജ എയർപോർട്ടിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഡു വിസിറ്റ് സൈത്തൂൻ കഫേ. അങ്ങനെ ഓരോട് ബിസിയും പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ പറഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യം ലേ ഓവർ ഉള്ളതല്ലേ, ഇവിടെ റൂം എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് ഉറങ്ങിയിട്ടെല്ലാം പോയിക്കൂടെയെന്ന്. അപ്പോൾ ഞാൻ എന്തറിയോ, എനിക്ക് ഇത്ര കാലമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടായിട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ റൂം ഉണ്ട് എന്നുള്ള കഥ നിങ്ങൾക്ക് അറിഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്റെ മാപ്പിള പറഞ്ഞു അന്നെങ്കിൽ നമുക്ക് റൂമെല്ലാം എടുത്തിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് പോവാം. പിന്നൊന്നും നോക്കിയിട്ട് നമ്മൾ നേരെ പോയിട്ട് റൂമെല്ലാം എടുത്ത് നല്ല അടിപൊളി റൂം പറയാതിരിക്കാൻ കഴിയില്ല. ഈ റൂമിന്റെ ടൂർ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു.